വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമ്മുടെ ചാനലിലെ വീഡിയോസിന്റെ കമന്റുകളിലൂടെ പലരും ചോദിച്ചൊരു ചോദ്യമാണ്, എങ്ങനെയാണ് UAE ടീച്ചിങ് ജോബ്സിന് അപ്ലൈ ചെയ്യുവാൻ വേണ്ടി ഒരു റെസ്യൂമേ തയ്യാറാക്കേണ്ടതെന്ന്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ടീച്ചിങ് ജോബ്സിന് അപ്ലൈ ചെയ്യുവാൻ വേണ്ടി ഒരു എക്സെപ്ഷണൽ റെസ്യൂമേ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. UAE പല സ്കൂളുകളിലും ടീച്ചേഴ്സിന്റെ റിക്രൂട്ട്മെന്റ് ടൈമിൽ വളരെയേറെ ആപ്ലിക്കേഷൻസ് ലഭിക്കാറുണ്ട്. ഇതെല്ലാം മാനുവലി ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് HR-മാർക്ക്. അതുകൊണ്ട് തന്നെ അവർ ആപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം അഥവാ ATS സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ ആണ് അവർക്ക് ലഭിക്കുന്ന റെസ്യൂമേ സ്ക്രീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രോപ്പർ ഫോർമാറ്റിലല്ല റെസ്യൂമേ അയക്കുന്നതെങ്കിൽ അത് HR കാണുന്നതിന് മുമ്പ് തന്നെ ATS സിസ്റ്റം റിജക്ട് ചെയ്ത് കളയും. സോ നിങ്ങളുടെ റെസ്യൂമേ കറക്റ്റ് ഫോർമാറ്റിൽ ചെയ്ത് കറക്റ്റ് കീവേഡ്സുകളൊക്കെ ഉൾപ്പെടുത്തി ATS സ്ക്രീനിങ് കഴിഞ്ഞ് നിങ്ങളുടെ റിക്രൂട്ടറുടെ കയ്യിൽ എത്തുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതുകൊണ്ട് തന്നെ ATS ഫ്രണ്ട്ലി റെസ്യൂമേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു ടീച്ചിങ് ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റെസ്യൂമേ 3 തരത്തിൽ തയ്യാറാക്കാം. അതിലെ ആദ്യത്തെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ക്രോണോളജിക്കൽ ഫോർമാറ്റ് ആണ്. നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അതായത് എംപ്ലോയ്മെന്റ് ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസ്യൂമേ തയ്യാറാക്കാൻ ക്രോണോളജിക്കൽ ഫോർമാറ്റ് യൂസ് ചെയ്യാം. ഈ ഫോർമാറ്റിൽ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിലാണ് കൊടുക്കുന്നത്. അതായത് നിങ്ങളുടെ ലേറ്റസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ആദ്യം കൊടുക്കുന്നത്. രണ്ടാമത്തെ ഫോർമാറ്റ് ഫങ്ഷണൽ ഫോർമാറ്റ് ആണ്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളൊരു ഫ്രഷർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും പ്രൊഫഷണലിൽ നിന്ന് ടീച്ചിങ്ങിലേക്ക് വരുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഫങ്ഷണൽ ഫോർമാറ്റിലുള്ള റെസ്യൂമേ തിരഞ്ഞെടുക്കാം. ഈ ഫോർമാറ്റിൽ നേരത്തെ പറഞ്ഞതുപോലെയല്ല, നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസിനും നിങ്ങളുടെ സ്കിൽസിനുമാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മൂന്നാമത്തത് കോമ്പിനേഷൻ ഫോർമാറ്റ് ആണ്. ഈ പേര് പോലെ തന്നെ നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന 2 ഫോർമാറ്റുകളും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു റെസ്യൂമെയാണിത്. ഈ റെസ്യൂമെയിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ സ്കിൽസ്, നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് ഇവ 3ഉം ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ എഴുതും. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ടീച്ചിങ് ജോബിന് അപ്ലൈ ചെയ്യുവാൻ വേണ്ടി ഒരു റെസ്യൂമേ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. നിങ്ങളുടെ ജോബിന് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റെസ്യൂമേ വളരെ പ്രോപ്പറായിട്ടും വളരെ എഫക്റ്റീവായിട്ടും തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരിക്കലും മറ്റുള്ള ഒരാളുടെ കയ്യിൽ നിന്നും നിങ്ങൾ കോപ്പി അടിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം നിങ്ങളുടെ റെസ്യൂമേ തയ്യാറാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു എക്സെപ്ഷണൽ റെസ്യൂമേ തയ്യാറാക്കാനായിട്ട് ആ റെസ്യൂമേയിൽ 5 സെക്ഷനുകൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതുകൂടാതെ ഒരു ഓപ്ഷണൽ സെക്ഷനും കൂടെയുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ പ്രധാനമായിട്ട് ഒരു റെസ്യൂമേ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് ഈ 5 സെക്ഷനുകൾ ഉണ്ടോ എന്നാണ്. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾ നോർമലി ഒരു റെസ്യൂമേ തയ്യാറാക്കുന്നത് A4 സൈസ് പേപ്പറിലാണ്. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് A4 സൈസ് പേപ്പറിന്റെ ടോപ്പ് റൈറ്റ് കോർണറിലാണ്. ഈ പേഴ്സണൽ ഡീറ്റെയിൽസിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് നിങ്ങളുടെ ഫുൾ നെയിം ആണ്. രണ്ടാമത്തത് നിങ്ങളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്. ഇതിൽ നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ ഇമെയിൽ ID എന്നിവ ഉണ്ടായിരിക്കണം. അതിനുശേഷം നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലും ഉണ്ടായിരിക്കണം. നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. നിങ്ങൾ എപ്പോഴും പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ടും വിട്ടുപോകാതെ ചെയ്യേണ്ട 2 കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക എന്നുള്ളതാണ്. അതുകൂടാതെ നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ടൊരു ഇമെയിൽ ID കൊടുക്കണം. ഒരിക്കലും നിങ്ങൾ നോർമലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ 1 2 3 4 നമ്പേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇമെയിൽ ID കൊടുക്കരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് രാഹുൽ കൃഷ്ണൻ എന്നാണ് നിങ്ങളുടെ പേര് എങ്കിൽ rahul.1234 അല്ലെങ്കിൽ rahul.nightrider@gmail.com അതുപോലുള്ള ഇമെയിൽ IDs ഒന്നും നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കരുത്. എപ്പോഴും ഇപ്പൊ രാഹുൽ കൃഷ്ണൻ എന്നാണ് എങ്കിൽ നിങ്ങൾക്ക് rahul.krishnan@gmail.com. ഇനി ആ യൂസർ നെയിം അവൈലബിൾ അല്ല എങ്കിൽ rahul.krishnan
കെ അങ്ങനെ എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു ലെറ്റർ ഒക്കെ കൊടുത്തതിന് ശേഷം നല്ല പ്രൊഫഷണലി ക്രിയേറ്റ് ചെയ്തൊരു ഇമെയിൽ ഐ ഡി വേണം നിങ്ങൾക്ക് ഈ റെസ്യൂമെയിൽ അറ്റാച്ച് ചെയ്യാനായിട്ട്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ടീച്ചർ റെസ്യൂമെ സമ്മറിയാണ്. ഇതൊരു സമ്മറിയാണ്. ഇതിൽ നിങ്ങളുടെ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ സ്കില്ല്, കരിയർ ഗോൾസ് എന്നിവ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം. ഇത് പേഴ്സണൽ ഡീറ്റെയിൽസിന് ശേഷം വേണം നിങ്ങളുടെ റെസ്യൂമെയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ. ഈ സമ്മറിയിൽ നിങ്ങളുടെ കറന്റ് ജോബ് ടൈറ്റിൽ, നിങ്ങളുടെ ഇയർ ഓഫ് എക്സ്പീരിയൻസ്, നിങ്ങളുടെ 1 or 2 കീ അക്കംപ്ലിഷ്മെന്റ് ഓർ റെസ്പോൺസിബിലിറ്റീസ്, ഡിസൈഡ് ഗോൾസ് എന്നിവ ഉൾപ്പെടുത്തിയിരിക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഞാനിപ്പോൾ പറഞ്ഞ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള റെസ്യൂമയുടെ രണ്ടാമത്തെ സെക്ഷൻ കാണാൻ സാധിക്കും. ഇനി നിങ്ങളൊരു ന്യൂലി ക്വാളിഫൈഡ് ടീച്ചറാണ്, അതായത് റീസെന്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഫ്രഷർ ആണ് എങ്കിൽ ഈ സെക്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ഗോൾസ്, നിങ്ങളുടെ അടുത്ത ജോബിൽ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന റോൾസ് എന്നിവ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി മൂന്നാമത്തെ സെക്ഷനിലേക്ക് പോകാം. മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് വർക്ക് എക്സ്പീരിയൻസ് ആണ്. ടീച്ചേഴ്സിന്റെ റെസ്യൂമെയിലെ ഹൃദയഭാഗം എന്നറിയപ്പെടുന്ന ഒരു പാർട്ടാണിത്. ഇതിൽ നിങ്ങളുടെ കേപ്പബിലിറ്റീസ്, അച്ചീവ്മെന്റ്സ്, പ്രൊഫഷണൽ ഗ്രോത്ത് എന്നിവ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കണം. ഈ സെക്ഷനിൽ നിങ്ങളുടെ ജോബ് ടൈറ്റില്, നിങ്ങളുടെ സ്കൂൾ നെയിം ആൻഡ് അഡ്രസ്, ഡേറ്റ്സ് എംപ്ലോയിഡ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നിവ ഉണ്ടായിരിക്കണം. ഇത് ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ട് വേണം എഴുതാനായിട്ട്. ഓരോ ബുള്ളറ്റ് പോയിന്റിലും നിങ്ങൾ ചെയ്ത കാര്യങ്ങളും അതിന്റെ ഇമ്പാക്റ്റും ഉണ്ടായിരിക്കണം. നിങ്ങൾക്കിപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഇതിന്റെ ഒരു ഉദാഹരണം കാണാൻ സാധിക്കും. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ സാമ്പിൾ വായിച്ച് നോക്കി നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഈ സെക്ഷൻ നിങ്ങളുടെ റെസ്യൂമെയിൽ തയ്യാറാക്കാവുന്നതാണ്. നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഇന്റേൺഷിപ്പ്, അതായത് പഠിക്കുന്ന ടൈമിൽ നിങ്ങൾ ചെയ്ത ഇന്റേൺഷിപ്പുകൾ, പിന്നെ അതുകൂടാതെ നിങ്ങൾ കമ്മ്യൂണിറ്റി എൻഗേജിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വോളണ്ടിയർ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സെക്ഷനിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമൽ വർക്ക് എക്സ്പീരിയൻസ്, അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ട്യൂഷൻ സെന്റർ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യവും ഇവിടെ ഉൾപ്പെടുത്താവുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ഫ്രഷേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ റെസ്യൂമെയിൽ ഇത് വളരെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുകയും നിങ്ങളുടെ റിക്രൂട്ടറിന് നിങ്ങളുടെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കാനും സാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ്, നിങ്ങളുടെ വോളണ്ടിയർ എക്സ്പീരിയൻസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ സിവിക്ക് വളരെ സ്ട്രോങ് ആയിട്ടൊരു ഫൗണ്ടേഷൻ കിട്ടും. നാലാമത്തെ സെക്ഷൻ എഡ്യൂക്കേഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻസ്. ടീച്ചേഴ്സിന്റെ റെസ്യൂമെയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പാർട്ടാണിത്. ഇത് വെച്ചിട്ടാണ് നിങ്ങളുടെ റിക്രൂട്ടർ നിങ്ങളൊരു ടീച്ചർ ആകാൻ യോഗ്യനാണോ അല്ലെങ്കിൽ എലിജിബിൾ ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഈ സെക്ഷനിൽ ആദ്യം കൊടുക്കേണ്ടത് നിങ്ങൾ പഠിച്ച കോഴ്സ് ഏതാണെന്നുള്ളതാണ്. ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾ BSc കെമിസ്ട്രി ആണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ BSc കെമിസ്ട്രി എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ MG യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചതെങ്കിൽ MG യൂണിവേഴ്സിറ്റി. ഇനി അതല്ല MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജിലാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ ആദ്യം ആ കോളേജിന്റെ പേര് എഴുതുക. അതിനുശേഷം ബ്രാക്കറ്റിലോ അല്ലെങ്കിൽ അതിന്റെ താഴെയോ അത് ഏത് യൂണിവേഴ്സിറ്റിയിലാണെന്ന് എഴുതുക. മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾ എത്ര വർഷം കൊണ്ടാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എത്ര വർഷത്തെ കോഴ്സാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ 3 വർഷമാണ് ഈ 3 വർഷത്തെ കോഴ്സാണ് കംപ്ലീറ്റ് ചെയ്തതെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങൾ 4 വർഷത്തെ കോഴ്സാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുക. നാലാമതായിട്ട് നിങ്ങളുടെ മേജർ സബ്ജക്ട് ഏതാണോ അത് അവിടെ കൊടുക്കുക. അതുകൂടാതെ നിങ്ങൾക്ക് ലഭിച്ച GPA എത്രയാണോ അത് അവിടെ കൊടുക്കുക. അഞ്ചാമതായി നിങ്ങൾ കൊടുക്കേണ്ടത് അക്കാഡമിക് അച്ചീവ്മെന്റ് ആണ്. അതായത് നിങ്ങൾക്ക് അക്കാഡമിക്കലി ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഫസ്റ്റ് റാങ്ക് ആണ്, യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇതിന്റെ ഒരു സാമ്പിൾ കാണാൻ സാധിക്കും എങ്ങനെയാണ് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ CV-യിൽ കൊടുക്കേണ്ടതെന്നുള്ളത്. അഞ്ചാമത്തെ സെക്ഷനിൽ നിങ്ങൾ സ്കിൽസ് ആണ് നൽകേണ്ടത്. ടീച്ചേഴ്സ് റെസ്യൂമിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പാർട്ടാണ് സ്കിൽസ് സെക്ഷൻ. സ്കിൽസ് 2 തരത്തിലുണ്ട്, ഹാർഡ് സ്കിൽസും ഉണ്ട്, സോഫ്റ്റ് സ്കിൽസും ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഹാർഡ് സ്കിൽസ് എന്താണെന്നും സോഫ്റ്റ് സ്കിൽസ് എന്താണെന്നും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ റെസ്യൂമെ തയ്യാറാക്കുമ്പോൾ നിങ്ങളുടെ ഹാർഡ് സ്കിൽസും സോഫ്റ്റ് സ്കിൽസും കൂടെ മിക്സ് ചെയ്ത് വേണം നിങ്ങൾ റെസ്യൂമെ തയ്യാറാക്കാനായിട്ട്. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ തയ്യാറാക്കിയ ഒരു റെസ്യൂമയുടെ ഒരു സാമ്പിൾ കാണാൻ സാധിക്കും. അതായത് 5ാമത്തെ സെക്ഷന്റെ ഒരു സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും.
ഈ സാമ്പിൾ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വേണം ഈ സെക്ഷൻ തയ്യാറാക്കാനായിട്ട്. ഞാൻ ഈ പറഞ്ഞ 5 സെക്ഷനുകളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സുകളും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ CV ATS സ്ക്രീൻ ആവുകയും അത് നിങ്ങളുടെ റിക്രൂട്ടറുടെ കയ്യിലെത്തുകയും അതുവഴി നിങ്ങൾക്ക് ഇന്റർവ്യൂ ലഭിക്കുകയും ചെയ്തു. ആ ഇന്റർവ്യൂവിന്റെ പിൻബലത്തിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സെക്ഷൻ 6 ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഈ സെക്ഷൻ ഒരു ഓപ്ഷണൽ സെക്ഷൻ ആണ്. നിങ്ങൾക്ക് ഇത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഇല്ല എങ്കിൽ കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 5 സെക്ഷനുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നിങ്ങളുടെ റെസ്യൂമേയുടെ വൈറ്റൽ പാർട്ടുമാണ്. അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഈ 6ാമത്തെ സെക്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രം 6ാമത്തെ സെക്ഷൻ ആഡ് ചെയ്ത് ഡീറ്റെയിലുകൾ ഫില്ല് ചെയ്യാം. ഈ സെക്ഷനിൽ നിങ്ങളുടെ സർട്ടിഫിക്കേഷൻസ്, നിങ്ങളുടെ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്, നിങ്ങളുടെ വോളണ്ടിയർ ആക്ടിവിറ്റീസ്, പബ്ലിക്കേഷൻസ്, അവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻസ്, ലാംഗ്വേജസ് എന്നിവ ഉൾപ്പെടുത്താം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ള 6ാമത്തെ സെക്ഷന്റെ ഒരു സാമ്പിൾ കാണാൻ സാധിക്കും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങളുടെ റെസ്യൂമെയിൽ ഇത് ഉൾപ്പെടുത്താവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കുറച്ച് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമുകളുടെ സാമ്പിൾ ടെംപ്ലേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ റെസ്യൂമെ തയ്യാറാക്കുമ്പോൾ അത് റെഫർ ചെയ്യാവുന്നതാണ്. പിന്നെ റെസ്യൂമെ തയ്യാറാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരിക്കലും ഒരു ടെംപ്ലേറ്റും കോപ്പി അടിക്കാൻ നോക്കരുത്. അത് നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കും. കാരണം റിക്രൂട്ടേഴ്സ് ഒരു ദിവസം തന്നെ സെയിം ഫോർമാറ്റിലുള്ള പല റെസ്യൂമുകളും കാണുമ്പോൾ, പല ആൾക്കാരുടെ റെസ്യൂമുകളും കാണുമ്പോൾ അവർക്ക് അറിയാൻ സാധിക്കും ഇത് കോപ്പി അടിച്ച റെസ്യൂമെയാണെന്ന്. അതുകൊണ്ട് ഒരു നെഗറ്റീവ് ഇംപ്രഷൻ വരാതെ നിങ്ങൾ സ്വയം നിങ്ങളുടേതായ രീതിയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി റെസ്യൂമെ തയ്യാറാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇന്നത്തെ വീഡിയോ ഇത്തിരി ലെങ്തി ആയി പോയെന്നറിയാം. കാരണം നമ്മളുടെ വ്യൂവേഴ്സിന് എങ്ങനെയാണ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു റെസ്യൂമെ അവരുടെ ജോബ് ആപ്ലിക്കേഷന്റെ കൂടെ സബ്മിറ്റ് ചെയ്യുവാനായിട്ട് സ്വയം തയ്യാറാക്കാം എന്നാണ് ഇതിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്തിരി ലെങ്തി ആയി പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ സന്ദീപ് സൈനിങ് ഓഫ്. ബൈ ബൈ.